സുഗമോദേവിയിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. അതേ പ്രേക്ഷകർ, നമ്മുടെ മാധവൻ നമ്മുടെ കാർത്തികേയനെ കാണുന്നു. നമ്മുടെ മാധവൻ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ കാർത്തികേയനെ ഇങ്ങനെ ഒളിഞ്ഞിട്ട് നോക്കുന്ന ഒരു രംഗവും നമ്മുടെ കാർത്തികേയന്റെ പുറകെ ഓടുന്ന രംഗവും നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നു കേട്ടോ. നമ്മുടെ മാധവന് ദേവി കാർത്തികേയനിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കാർത്തികേയൻ മാധവനെ അപകടപ്പെടുത്താനായിരിക്കുമോ സാധ്യത എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. നമ്മുടെ സിദ്ധാർത്ഥനാണെങ്കിൽ നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട് വരുന്ന ഗസ്റ്റുകളോട് ഒരുപോലെ പെരുമാറണം, ഒരുപോലെ ബഹുമാനം കൊടുക്കണം എന്നൊക്കെ. പക്ഷെ പ്രഭാവതി അതൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ. സിദ്ധാർത്ഥൻ ഉദ്ദേശിച്ച് നമ്മുടെ ഗിരീഷ് മാഷിനും അമ്മയ്ക്കും ആ ഒരു സ്ഥാനം കൊടുക്കണമെന്നാണ്. പക്ഷെ പ്രഭാവതി അത് കൊടുക്കൂലല്ലോ. അപ്പൊ അതിനുശേഷം നമ്മുടെ പ്രകാശും നന്ദനുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ മീര ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും നമ്മുടെ പ്രകാശ് പറയുമോ എന്നുള്ളൊരു കാര്യം, പ്രകാശ് സത്യങ്ങളൊക്കെ ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ നന്ദനോട് പറയുമോ എന്നുള്ളൊരു പേടി നമ്മുടെ മീരയുടെ മുഖത്തുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ കലാവതി നമ്മുടെ മീരയോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഇനി നീ ദേവി അവിടേക്ക് എത്തിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മീര നമ്മുടെ പ്രകാശിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് എനിക്ക് നീ ഒരു സഹായം ചെയ്യണം, ഞാൻ പറയുന്ന കാര്യം നീ ചെയ്ത് തന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ പ്രകാശ് ഓക്കെ പറയുന്നുണ്ട്, ശരി ഞാൻ ചെയ്ത് തന്നേക്കാമെന്ന്. ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത്? ഇനി ഈ സംഭവങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും? ആ ഒരു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇപ്പോൾ 3-4 ദിവസമായി കാണിക്കുന്നു. ഇനി ഈ ഒരു ഇത്രയും നേരമായിട്ടും ഇത്രയും എന്താ പറയുക ഇത്രയൊക്കെ ആയിട്ടും ആ ഒരു നിമിഷം അനൗൺസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഭയങ്കര ഒരു എന്താ പറയുക വേദനാജനകം തന്നെയാണ്. ഇനി എത്ര ദിവസം പ്രേക്ഷകർക്ക് ആ ഒരു ദേവിയുടെയും അല്ലെങ്കിൽ മീരയുടെയും കാര്യം ഇങ്ങനെ പറയുന്നത് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.